ഹേ ഗൈസ്, ഇറ്റ്സ് മീ രമ്യ കൃഷ്ണൻ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും തന്നെ ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും തെച്ചും കൂടി നാട്ടിലേക്ക് പോകാറായി വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത് മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പം തെച്ചു ഒരു ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എവിടെയോ കണ്ടുപിടിച്ച് വെച്ചൊരു ഷൂസാണ്, ഈ ഒരു മോളിലാണത് കിട്ടുന്നതെന്ന് നോക്കിയപ്പോഴറിഞ്ഞ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകിട്ട് ഇറങ്ങിയതാണ് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണോ എന്തോ ഈ ഷോപ്പ് മോളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. അപ്പം ഈ കാണുന്ന ട്രെയിൻ അവന്തി കണ്ടിരുന്നെങ്കിൽ സത്യമായിട്ടും പറഞ്ഞേനെ, അമ്മ ഞാൻ ഈ ട്രെയിനിൽ ഒന്ന് കയറിക്കോട്ടെ എന്നുള്ളത്. അവൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പം എന്താണെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പം ഞാനും തെച്ചും കൂടി ആ ഷോപ്പ് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അവസാനം ഞങ്ങൾ ഈ ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഷോപ്പിനകത്തൊക്കെ കയറി അങ്ങനെ ഓരോ സെക്ഷനിലോട്ടും ഞങ്ങളിങ്ങനെ പോവുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം ഉണ്ടായത്. ഞങ്ങൾ വിചാരിച്ച ഷൂ ഈ ഒരു ഷോപ്പിലില്ല എന്നുള്ളത്. പിന്നെ കിട്ടുന്ന ഒരു സ്ഥലം അവർ പറഞ്ഞു തന്നു, സിറ്റി സെൻറ്ററിൽ. പിന്നെ ഞങ്ങൾ അവിടെ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ കണ്ട കുഞ്ഞ് പാവക്കുട്ടന്മാരെയൊക്കെ കണ്ടപ്പോഴത്തേന് ദച്ചുവിനൊരാഗ്രഹം അതിലൊക്കെ ഒന്ന് പോയി തൊട്ടാലോ എടുത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ദച്ചു വന്നിട്ട് കുറച്ച് തൊപ്പിയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അവൾക്കൊരു തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തൊപ്പി അങ്ങോട്ട് അവൾക്ക് കംഫർട്ടായിട്ടുള്ളൊരു തൊപ്പി കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി, ഷോപ്പ് അടയ്ക്കുന്നതിന് മുമ്പേ സിറ്റി സെൻറ്ററിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി അങ്ങനെ താഴോട്ട് ഞങ്ങൾ പോവുകയാണ്, എസ്കലേറ്ററിലാണ്. അപ്പോൾ ഇതിങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ ഇത് ബലൂണാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറേ പൊക്കത്തിൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ദോഹ മൊത്തം കാണാൻ പറ്റുന്നൊരു ഒരു വ്യൂ ആണ് അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിലെത്തി. അപ്പോൾ അത് ഷൂസ് മേടിക്കാനുള്ള കട തിരക്കി നടക്കുകയാണ്. എവിടെയാണ് ഷോപ്പ് എന്നുള്ള അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ അധികം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തീരാപാര നടക്കേണ്ടി വന്നു. അവസാനം ദച്ചുവിൻ്റെ ഷൂസ് കിട്ടുന്ന കട എത്തിക്കഴിഞ്ഞ് അപ്പം നമ്മൾ ഈ കടയിലോട്ട് ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ ഷൂസ് അവൾക്ക് മനസ്സിലൊരു ഷൂസിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അതേ പിക്ചറിലുള്ള ആ ഷൂസാണ് അവൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഷൂസൊക്കെ നോക്കി. അപ്പം ദച്ചു ഷൂസ് ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അവളുടെ മുഖത്ത് തന്നെ ആ സന്തോഷം കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇങ്ങനെ പോവുകയാണ്. അപ്പം മോളിൻ്റെ ചുറ്റിനും ഞാനുള്ള വീഡിയോസൊക്കെ ഇതെടുത്തത്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ പ്ലേ സ്റ്റേഷൻസൊക്കെയാണ്. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് ട്രാഫിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഏകദേശം വീടിൻ്റെയൊക്കെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പം നല്ല തിരക്കാണ് റോഡിലെല്ലാം. അപ്പം ഞാനും തെച്ചു വീട്ടിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരും. അപ്പം വന്നു കഴിഞ്ഞിട്ട് തെച്ചിൻ്റെ ഷൂസിൻ്റെ ഷോസാണ് ഇത് കാണുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബായ്.